ഇന്നും ഒരു രാജസ്ഥാനി റെസിപ്പിയാണ് ബേസൻ ഗി പൊറോട്ട. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂൺ അജ്വൈൻ. അജ്വൈൻ എന്ന് പറയുന്നത് നമ്മുടെ അയമോദകമാണ്. അത് ഇട്ട് നന്നായിട്ട് പൊട്ടിച്ച ശേഷം അതിലേക്ക് 1 കപ്പ് ബേസൻ അഥവാ കടലമാവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാത്രം കുറച്ച് ചെറുതായതിനാൽ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണേ. ആ ഒരു കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ. കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ആംചൂർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്ക മാങ്ങാപ്പൊടിയാണ് ആംചൂർ പൗഡർ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണേ. വെള്ളത്തിനൊരളവില്ല, ഇത് നന്നായിട്ട് കുഴഞ്ഞു വരുന്നതിന് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളവുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ലാസ്റ്റിലാണെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കണേ. തണുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുത്തൊന്ന് മാറ്റി വെക്കണം. ഇതുപോലെ ഞാനെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാവ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെയാണ് ഇതിനുള്ള മാവും റെഡിയാക്കേണ്ടത്. ഇനി ആ മാവിൽ നിന്നും ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നടുക്ക് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കിയ ശേഷം അതിനുള്ളിലായിട്ട് ആ ഒരു കടലമാവിൻ്റെ ബോൾ ഉണ്ടല്ലോ, ഇതിനുള്ളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തൂലേ, അതുപോലെ പരത്തി എടുത്താൽ മതി. അധികം പ്രഷർ കൊടുത്ത് പരത്തണ്ട, അതിനകത്തെ ഫില്ലിംഗ് ഒക്കെ വെളിയിലേക്ക് ചാടി വരുവേ. എന്നിട്ട് നല്ല ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ടിട്ട് ഇതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല മൊരിയിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് മൊരിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാമേ. ഇത് നല്ല ബലൂൺ പോലെ പൊങ്ങി വരുമേ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു പൊറോട്ട. അപ്പോൾ ഇത് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ അടുത്തതും നമുക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. രണ്ടാമത്തേതും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാനായിട്ട് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇത് നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോയാലുണ്ടല്ലോ 2-3 ദിവസം വരെ ഇതുപോലെ സോഫ്റ്റായിട്ടും അഴുക്കാകാണ്ട് ഇരിക്കും എന്നുള്ളതാണ്. പക്ഷെ മെനക്കെട്ട ജോലിയാണ്. എന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ.